ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വെറൈറ്റി ഒരു കൂട്ടാനായിട്ടാണ് വന്നിട്ടുള്ളത്. 18 വീതം സാധനങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ ഈ കൂട്ടാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വാലവാടിയിൽ എല്ലാവർക്കും കൂടി ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്കും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തെടുത്തത്. അതിലേക്ക് ഞാൻ കടല റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഞ്ഞിത്തൂക ഉണ്ട്, മുരിങ്ങൻ്റെ ഇല ഉണ്ട്, അതേപോലെ തന്നെ മൺപയർ, കടലപ്പരിപ്പ്, എല്ലാ പരിപ്പ് വർഗ്ഗങ്ങളും ചേമ്പും തണ്ട് എല്ലാം ഇട്ടിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വളരെ ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ അവിടെ ഫസ്റ്റും സെക്കൻഡും സമ്മാനങ്ങളൊന്നും കൊടുക്കലില്ല. 50 വാലവാടിയത്ത് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഓരോ വാലവാടിയിൽ നിന്ന് 2 വിധം ഭക്ഷണങ്ങളാണ് റെഡിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വേണ്ടിയില്ല, അത് നാച്ചുറൽ ആവണം. നമ്മുടെ അതും ഇതും പണ്ടത്തെ ഭക്ഷണങ്ങളെ പറ്റുള്ളൂ. അതേമാതിരി ഇപ്പോഴത്തെ വെറൈറ്റി ഭക്ഷണങ്ങളൊന്നും അതിലേക്ക് ചേരാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാലവാടിയിൽ നിന്ന് 4 വിധം ഭക്ഷണം റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഒന്നിനൊന്ന് മെച്ചാണ്, ആരും കുറ്റപ്പെടുത്താൻ വയ്യ. അവിടെ കൊണ്ടുവന്ന ഓരോ ഭക്ഷണവും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് ഈ കൂട്ടാൻ അതേമാതിരി ഒരു ഉണ്ട ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ നമ്മൾ എന്താണ് രായി കൊണ്ട് ഈന്തും പൊടി ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കിയിട്ട് അതേ പുട്ട് ചുട്ടിട്ട് അത് പൊടിച്ചുകാണ്ട് ശർക്കരയൊക്കെ ഇട്ടുകാണ്ട് രായി അവൽ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. നല്ല വെറൈറ്റി ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇതിലേക്കും തന്നെ ഞാൻ രായി നന്നായിട്ട് ചുടുവെള്ളം ഒഴിച്ച് ഉരുട്ടിയതിന് ശേഷം മണിപ്പിടിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയേണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് അതിന് ശേഷം പിറ്റേന്നാണ് ഞാനിത് റെഡിയാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ചീരുള്ളിയും വെളുത്തുള്ളിയും ചീനാമുളകും ഒക്കെ കൂടി നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ചെറിയ ജീരകം ഇട്ടുകാണ്ട് ഒന്ന് അരച്ചെടുക്കുക. നൈസായിട്ട് അരിയേണ്ട, എല്ലാവരും കൂട്ടാൻ വെക്കണ പോലെ തന്നെയാണ്. നൈസായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് റെഡിയാക്കിയെടുത്ത് അതേപോലെ തന്നെ അതിലേക്ക് മുരിങ്ങൻ്റെ ഇല ഒരുപാട് നമ്മളെ ആവശ്യത്തിനനുസരിച്ചാണ് കേട്ടോ ചേർക്കേണ്ടത്. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കഞ്ഞിത്തൂക. അപ്പോൾ കഞ്ഞിത്തൂക കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കുകൊണ്ട്. അതേപോലെ തന്നെ ഈ കഞ്ഞിത്തൂക ഉണ്ടല്ലോ, നമ്മൾ കഞ്ഞിവെള്ളത്തിൽ താളിച്ച് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. നൈസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ കഞ്ഞിത്തൂക താളിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്തതിൻ്റെ ശേഷമാണ് ഞാൻ കഞ്ഞിത്തൂക ഇട്ട് കൊടുത്തത്. അതായത് നമ്മൾ മുരിങ്ങൻ്റെ ഇല ഒന്നുണ്ട് വാടി വന്നതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുത്തത്. അതേപോലെ തന്നെ കഞ്ഞിത്തൂകയും ഒന്നുണ്ട് വാടി വന്നതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ചീനാമുളക് മരത്തിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ മരം ഒന്നായിട്ട് ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊമ്പ് മുറിച്ച് കൊടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ചെയ്യുക. അതിൻ്റെ മുളക് നമുക്ക് ഇതിലേക്ക് ചേർക്കും ചെയ്യുക വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാനിത് സെറ്റാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ഈ ഇലകളൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ തേങ്ങ ആവശ്യത്തിന് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ചീര ഇതൊക്കെ കൂടി ആ ചൊയ ഒന്ന് പച്ചച്ചൊയ ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അധികം ഒന്ന് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അധികം തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടാൻ്റെ ടേസ്റ്റ് തന്നെ പോകും. അപ്പോൾ വാലവാടിയിൽ ഇതേമാതിരി പല വിധങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മത്തൻ്റെ ഇല, അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ മത്തൻ്റെ ഇല ഇതൊന്നും ഇന്നത്തെ കാലത്ത് യുഗത്തിലെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറയാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ മത്തനൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ മത്തൻ്റെ ഇല കുട്ടികൾക്ക് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കുട്ടികളെ കാണിച്ചു കൊടുക്കുക, അത് ഭക്ഷണം രീതിയിലാക്കി കൊടുക്കുക, അതൊക്കെയാണ് കേട്ടോ ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വാലവാടിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതേമാതിരി രായിപ്പൊടിയും അമൃതപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു കലത്തപ്പം ഉണ്ടാക്കി കൊണ്ടുപോയി. അതിൽ എനിക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് സമ്മാനം ഉണ്ടെന്ന്. നമുക്ക് ജസ്റ്റ് അന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ 2 സമ്മാനങ്ങൾ അപ്പം എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് വേർതിരിച്ചില്ല. അവർക്ക് 4 വിധം ഭക്ഷണങ്ങൾ അതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കാണാത്തൊരു ഐറ്റം ഉണ്ടായിരുന്നു, വാഴൻ്റെ ഇല വെച്ചിട്ടുള്ള വാഴൻ്റെ ഇല അരച്ചിട്ട് ഫുഡിങ്. പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അവിടേക്ക് നമ്മൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്താൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ അത് ടേസ്റ്റ് ഉണ്ട്, വായൻ്റെ രുചി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പാലിലൊക്കെ അല്ലേ ഉണ്ടാക്കുക, അപ്പോൾ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊരു വെറൈറ്റി ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടു നോക്കിയ ഒരു സാധനമാണിത്. അപ്പോൾ ഞാൻ രായിപ്പൊടി ഉരുട്ടിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ തിളപ്പിച്ചത് നമ്മൾ ആദ്യം തന്നെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം നമ്മളെ കൂട്ടാനത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ. ഇത് പിന്നെ അധികം വെന്തക്കിടാൻ നോക്കാനില്ല, ഒന്ന് അധികം തിളച്ച് മതി. അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കുകയാണ്. കഴുകി എടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ പസൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ വിചാരിച്ച് ഓട്ടപാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് അതിൻ്റെ മേലെ കുറച്ചൊരു
പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ, കൊഴുപ്പ് അധികം ആവാതെക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഇത് ഒന്നായിട്ട് ഇങ്ങനെ കണ്ട് വരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അടുപ്പത്ത് ഞാൻ കടുകും ഇതൊക്കെ പൊട്ടിച്ച് താളിക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ബാലവാടിക്ക് പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 അടുപ്പത്തിനും കൂടി വെച്ച് റെഡിയാക്കി. ഈ രായിൻ്റെ ടേസ്റ്റ് വെച്ചാലേ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ്, നല്ല ഒരു രുചി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കലങ്ങി പോവാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടലിൽ ഇതൊക്കെ വേവിച്ചതിന് ശേഷം അതിലുള്ള വെള്ളം ഉണ്ടല്ലോ, നമ്മൾ മുരിങ്ങൻ്റെ ഇല കെട്ടിയില്ലേ, ആ സമയത്ത് വേണമെങ്കിൽ ഇട്ട് വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇതൊക്കെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഞാനത് ആ സമയത്തേക്ക് റെഡി ആവാത്തത് കൊണ്ടാണ് പിന്നെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഈ കൂട്ടാൻ ഉണ്ടാക്കിയാൽ ആരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക.